നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം സംസാരിക്കും, നിങ്ങളുടെ ഡ്രസ്സ് സംസാരിക്കും, നിങ്ങളുടെ വാച്ച് സംസാരിക്കും, നിങ്ങളുടെ കമ്മല് സംസാരിക്കും, നിങ്ങളുടെ കണ്ണ് സംസാരിക്കും. നിങ്ങളുടെ കണ്ണ് മനോഹരമായിട്ട് സംസാരിക്കും. എങ്ങനെ സംസാരിക്കാം? ചില ആളുകൾ പ്ലാൻ നിങ്ങൾ വേണ്ട, ചില ആളുകൾ പ്ലാൻ പറയുമ്പോ ഇങ്ങനെ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാം. എവിടെ നോക്കിയിട്ടാ പറയണത്? ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് പേന നിലത്തൂടെ. എന്തിനാ? ഇതിലൂടെ നമുക്ക് ഈ ആൾക്ക് കണ്ട മനസ്സിലാവില്ലേ എവിടെ നിന്നാ രക്ഷപ്പെടുന്നത്? നിങ്ങളുടെ കണ്ണ് അടിപൊളി സാധനം. ചില ആളുകളുണ്ടല്ലോ ഭാര്യ അടുക്കളയിലോ അടിപൊളി പീസാ, ഇയാളാണെങ്കിൽ മയന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഇഷ്ടം പോലെ യാത്രകൾ ചെയ്യാം, പല പല ഹോട്ടൽ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാം. കറക്റ്റ്. നിങ്ങളുടെ കണ്ണിന് അത്രയും പവർ ഉണ്ട്. സ്ത്രീകളോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഒരു പ്രോസ്പെക്റ്റിനെ കാണാൻ പോകുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന ഭാഗങ്ങളൊക്കെ മറച്ചിട്ട് വരിക. ഇത് അവിടെ വന്നിട്ടൊരു പ്രസന്റേഷൻ ഉണ്ട്, ഇങ്ങോട്ട് തുടങ്ങും. നമുക്ക് ഇത്ര സാധനങ്ങൾ വരുമാനം ഉണ്ടാക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മള് കാശ് ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കൈയടിച്ചോ. നന്നായിട്ട് കാര്യങ്ങൾ ഇവിടെ വില കൂടിയ പച്ച കുത്തിണ്ടാവും, ഞങ്ങളെ കാണിക്കാനല്ല. ഹലോ, ക്ലിയർ ആണോ? സോ ചില ആളുകളുടെയൊക്കെ സംസാരം ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. മൂക്കിലൂടെ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയ നിങ്ങളുടെ ചുണ്ട്, നിങ്ങളുടെ കണ്ണ്, ഇതെല്ലാം സംസാരിക്കും. കാരണം കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടോളൂ, കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് 58% നിങ്ങളുടെ ബോഡി സംസാരിക്കുന്നു, 38% നിങ്ങളുടെ ടോൺ സംസാരിക്കുന്നു. ടോൺ മീൻസ് യുവർ വോയിസ്. നിങ്ങളുടെ ശബ്ദം സംസാരിക്കുന്നു. ചില ആളുകൾ സംസാരിക്കാൻ പോകുമ്പോൾ, ഇതും ഞാൻ പറയാം, പ്രോസ്പെക്ട് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ഇത്രയും സുഖമുള്ള ബിസിനസ് വേറെ ഇല്ല. സംഭവം 700 പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. ഇത് മുഴുവൻ തലയിലിച്ച് വരണോ? എന്താ പറഞ്ഞ ഡയലോഗ്? എന്താ ഇത്രയും സുഖമുള്ള ഇതില് ആദ്യം ചേച്ചിയോട് ഒരു ഗ്ലാസ് വെള്ളം തരാം സാറ്. ഇപ്പൊ ചെയ്യുന്ന ജോലി 10 കൊല്ലം ചെയ്താലും നേരെയില്ല, ഇതെല്ലാം 1 കൊല്ലം ചെയ്യുമ്പോഴേക്കും. So the way of presentation is very important to the professional. കാരണം നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്നതിനേക്കാൾ, ശ്രദ്ധിച്ച് കേട്ടോളൂ, യുവർ ബോഡി ലാംഗ്വേജ് ആൻഡ് യുവർ ടോൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ശബ്ദം ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി സെല്ലിങ്ങിനെ സംസാരിക്കുന്നുണ്ട്. ചില ആളുകൾ ഇങ്ങനെയാണ് സംസാരിക്കുക, മാസം 1 ലക്ഷം രൂപയൊക്കെ വരുമാനം കിട്ടേണ്ടതാണ്, പിന്നെ അപ്പുറത്തെ ചണ്ടക്കാരെ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഇയാളെന്താ വല്ല കഞ്ചാവ്? നിങ്ങളുടെ ശബ്ദം കോൺഫിഡൻസിനെ കാണിക്കുന്ന വലിയൊരു കാര്യമാണ്. നമുക്ക് കള്ളത്തരം എപ്പോഴാണ് കൂടുക? അല്ലെങ്കിൽ കള്ളത്തരം ഉണ്ടോന്ന് എങ്ങനെ അറിയാം? തെറ്റ് ചെയ്യുമ്പോൾ അല്ലേ? ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം കുറയും. ഇതേപോലെയാണ്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിൽ ഇടർച്ച വരും, നിങ്ങളുടെ ശബ്ദം സൈലന്റ് ആവും. എന്തിച്ചു കൂക്കി വിളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ആകെ 7% എന്തുള്ളത്? വേർഡ്സ്. കമ്മ്യൂണിക്കേഷനിൽ ആകെ 7% എന്തുള്ളത്? വാക്കുകൾക്ക് പ്രാധാന്യം. എന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ സമീർ മോദിക്ക് വരെ ഇപ്പൊ മുഹമ്മദ് മോദി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, മുഹമ്മദ് നബി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഈ സാധനങ്ങൾ കറക്റ്റ് ആയിരിക്കണം. Are you happy?